പശ്ചിമേഷ്യൻ യുദ്ധമുണ്ടാക്കിയ എണ്ണ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇലക്ട്രോണിക് വാഹനങ്ങൾ കൂടുതലായി പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആഗോള വിപണിയിൽ ഇന്ധന വിലയിലുണ്ടാക്കുന്ന വർധനവ് കൂടി കണക്കിലെടുത്താണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഇലക്ട്രിക് വാഹനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. ഡൽഹി നോയിഡയിലെ തൊഴിലാളി സമരം അക്രമാസക്തമായതിന് പിന്നാലെ ഉത്തർപ്രദേശ് സർക്കാർ മിനിമം വേതനം പുതുക്കി. ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വേതനം പുതുക്കിയത്. ഫാക്ടറി തൊഴിലാളികളടക്കം 50,000-ഓളം തൊഴിലാളികളാണ് തെരുവിലിറങ്ങിയത്. ഫാക്ടറി ഉടമകളുമായി ചർച്ച നടത്തിയാണ് സർക്കാർ വേതനം പുതുക്കിയത്. 80 കേന്ദ്രങ്ങളിലായാണ് തൊഴിലാളി സമരം അക്രമാസക്തമായതിന് പിന്നിൽ പാക് ഗൂഢാലോചനയാണെന്ന് ഉത്തർപ്രദേശ് തൊഴിൽ മന്ത്രി അനിൽ രാജ്പർ ആരോപിച്ചു. അടുത്തിടെ നോയിഡയിൽ നിന്നും പാക് ബന്ധമുള്ള 4 ഭീകരരെ പിടികൂടിയെന്നും അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമം നടന്നോ എന്നതിൽ അന്വേഷണം നടന്നു വരികയാണെന്നും അനിൽ രാജ്പർ അറിയിച്ചു.